അശോക ചക്രവർത്തിക്ക് മുമ്പേ ചോര വീണ കുരുതിക്കളമാണ് കലിംഗയുടെ മണ്ണ്. ആ മണ്ണിൽ ഇന്നും പുതിയൊരു കുരുതി നടന്നു. ആ കുരുതിക്കളത്തിൽ ചോര വീണത് ബംഗാൾ കടുവകളുടേതാണ്. ഓസ്കാർ ബുസോൺ പരിശീലകനായി വന്നിട്ടും ഈസ്റ്റ് ബംഗാളിന് കരകയറുന്നില്ല എന്നാണ് തോന്നുന്നത്. തുടർച്ചയായിട്ട് ആറാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയത്. ഈ സീസണിലെ മൊത്തം അടപടലം ഇതുവരെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക്, അവരുടെ പ്ലേയിങ് സ്റ്റൈലിന് അത്യാവശ്യം മെച്ചമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓസ്കാർ ബുസോൺ എന്ന പരിശീലകൻ ഈസ്റ്റ് ബംഗാളിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരും എന്നവരുടെ പ്രകടനം കാണുമ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഈ സീസണിൽ അവരുടെ പരാജയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ പരാജയമാണ് ഈസ്റ്റ് ബംഗാൾ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 22ാമത്തെ മിനിറ്റിൽ ഇസാക്കിന്റെ ഒരു പിൻ പോയിന്റ് ത്രൂ പാസ്, ആ ത്രൂ പാസിന്റെ ഒരു ക്വാളിറ്റി, എടാ മക്കളെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രിയാൻ ലൂണ, ആൽവരോ വാസ്കസ്, ജോർജ് പെരേര, ഡയസ്, ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോവയിൽ വിപ്ലവം നടത്തുന്ന സമയത്ത് അഡ്രിയാൻ ലൂണ ആൽവരോ വാസ്കസിലേക്ക് ഒരു പിൻ പോയിന്റ് പാസ് നൽകിയിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു കിടിലൻ പാസ്സായിരുന്നു ഇസാക്ക് മുന്നിലേക്ക് നീട്ടി നൽകിയത്. അത് റോയ് കൃഷ്ണ നല്ല രീതിയിൽ വലയിലേക്ക് ഇട്ട് അവർക്ക് വേണ്ടി ഗോള് നേടി. പിന്നീട് പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ദിമിത്രിയോസ് സ്റ്റീവൻഡക്കോസ് ഒഡീഷയ്ക്ക് എതിരെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോള് മടക്കിയെങ്കിൽ പോലും കളി അവസാനിക്കുന്ന സമയങ്ങളിലേക്ക് എത്തുമ്പം സെർജിയോ ലബേരയുടെ പഴയ അതേ തന്ത്രം, ഹ്യൂഗോ ഗോമസിന്റെ ക്രോസിന് മൊത്തത ഫോൾ തല വെക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള മനുഷ്യൻ, ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയിട്ടുള്ളത് ഈ പ്രതിരോധ താരമാണ്. ആള് ഗോവയിൽ കളിക്കുമ്പോഴും ഹെഡർ അടിക്കും, മുംബൈയിൽ കളിക്കുമ്പോഴും ഹെഡർ അടിക്കും. എവിടെ കളിച്ചാലും അണ്ണന്റെ ഹെഡർ ഗോളുകൾ ഗംഭീരമായിട്ട് കിട്ടും. സെർജിയോ ലബേര വളരെ കൃത്യമായിട്ട് ഫോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ മത്സരത്തിലെ വിജയത്തോടു കൂടി അവർ 7ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്.